ട്രംപിന്റെ പ്രസ്താവനകൾ വെറുതെയായി. ന്യൂയോർക്ക് നഗരത്തിൽ ആദ്യമായി ഒരു മുസ്ലിം മേയർ ചുമതലയേറ്റിരിക്കുകയാണ്, വിജയിച്ചിരിക്കുകയാണ്. ഇനി ട്രംപിന്റെ നിലപാടുകൾ എന്തായിരിക്കും? ട്രംപ് ശരിക്കു പറഞ്ഞാൽ ആകെ പതറിപ്പോയി എന്നുള്ളതാണ്. ട്രംപ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വീരവാദങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. യാതൊരു കാരണവശാലും ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജയിക്കില്ലെന്നായിരുന്നു. പക്ഷേ നമ്മുടെ സൊറാൻ മംദാനി, മീര നായരുടെ മകൻ, ഉഗാണ്ടൻ മുസ്ലിം യുവാവിൻ്റെ മകൻ എന്ന് തെളിയിച്ചിരിക്കുന്നത് അദ്ദേഹം ഒന്നാന്തരം ഒരു സൗത്ത് ഇന്ത്യൻ കൂടി, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ കൂടി, സൗത്ത് ഇന്ത്യൻ അല്ല, സൗത്ത് ഏഷ്യൻ കൂടി ന്യൂയോർക്കിൻ്റെ മേയറായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്കാരിൽ പലരും യു കെയിൽ മേയറായിട്ടുണ്ട്, അല്ലെങ്കിൽ യു കെയിൽ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അല്ലെ, അതാണ് ഈ ജയിച്ച ആൾ തന്നെ നാം ജനങ്ങൾക്കിടയിലേക്കും പല രാജ്യങ്ങളിലേക്കും ചർച്ചയാകുന്നത് ട്രംപ് വഴിയാണ്. ട്രംപ് തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ഇദ്ദേഹം പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഇദ്ദേഹം മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് പിന്നെ ട്രംപിനെ അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു? അത് തന്നെയാണ് മംദാനിയും പറഞ്ഞിരിക്കുന്നത്. ട്രംപിൻ്റെ പഴയ സിദ്ധാന്തത്തെ തള്ളിയിട്ട് പുതിയ യുഗത്തിലേക്ക് കടന്നിരിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, പഴയ യുഗത്തിൽ നിന്നും പുതിയ യുഗത്തിലേക്ക് ന്യൂയോർക്കിനെ ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരുപാട് പണച്ചാക്കുകൾ വന്ന് മത്സരിച്ചിട്ട് പോലും ആൻഡ്രൂ കുമോ എന്ന് പറയുന്നത് അവിടുത്തെ മില്യണയേഴ്സിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനെയും തോൽപ്പിച്ചു. അതുപോലെ തന്നെ റിപ്പബ്ലിക്കിൻ്റെ സ്ഥാനാർത്ഥി കട്രിസ് ലിവയെയും തോൽപ്പിച്ച് ആണ് അദ്ദേഹം ഒന്നാമതെത്തിയത്. ആ ഒന്നാം സ്ഥാനം അദ്ദേഹം അലങ്കരിക്കുമ്പോൾ ന്യൂയോർക്കിന് മാത്രമല്ല യു എസിന് തന്നെ ഒരു പുതിയ പാഠം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അതായത് അടിച്ചമർത്തലിലൂടെ സാധാരണക്കാരനെ സപ്രസ് ചെയ്തുകൊണ്ട് ഒരു ഭരണം, മുതലാളിത്ത വർഗം അല്ലെങ്കിൽ ബിസിനസ് ടീം, ട്രംപിനെ കുറിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞത്, ആ ബിസിനസ് ടീം നടത്തുന്ന നീക്കങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നടത്തിയിരിക്കുന്ന എല്ലാ വ്യാജ പ്രസ്താവനകളെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. അല്ല, ഈ വിജയം ട്രംപിന്റെ പാർട്ടിക്കും തിരിച്ചടി ഉണ്ടാകുമോ? ഇനി മുന്നോട്ട് പോക്കുന്നതിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ന്യൂയോർക്കിലെ ഈ പരാജയം. ന്യൂയോർക്ക് സിറ്റിയിൽ മേയർ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, അതാണ് ഈ ട്രംപിനെതിരെയുള്ള ഒരു വികാരമുണ്ടോ? കാരണം കുറച്ചു നാൾ മുമ്പായിരുന്നു ലക്ഷക്കണക്കിന് പേർ ട്രംപിന്റെ നയത്തിനെതിരെ തെരുവിലിറങ്ങുന്ന കണ്ടിരുന്നു. അവരെയൊക്കെ റബ്ബർ ബുള്ളറ്റ് വെച്ച് വെടിവെച്ച് ഓടിക്കാനും അവരെ പരിക്കേൽപ്പിക്കാനുമാണ് ട്രംപ് ശ്രമിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം തകർന്നിരിക്കുകയാണ്. അവിടെ ഓഫീസുകൾ ക്ലോസ് ഡൗൺ ചെയ്തു. പല കോടതികൾ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ബില്ല് പാസ്സാക്കിയില്ല. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാനും ഓഫീസ് പ്രവർത്തിക്കാനുമുള്ള ബില്ല് പാസ്സാക്കാൻ പോലും ഡെമോക്രാറ്റുകൾ സമ്മതിച്ചില്ല. ഡെമോക്രാറ്റുകളുടെ 4-5 വോട്ടും കൂടെ വേണമായിരുന്നു. അവരുമായിട്ടൊരു അനുനയത്തിൽ പോകാൻ ട്രംപ് തയ്യാറായില്ല. അതുകൊണ്ട് ബില്ല് പാസ്സാക്കി എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. സർക്കാർ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. പല ഓഫീസുകളും ക്ലോസ് ഡൗൺ ചെയ്തു. US ക്ലോസ് ഡൗൺ എന്നാണ് പലരും അതിനെ വിശേഷിപ്പിച്ചത്. US മൊത്തത്തിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു, സർക്കാർ നിർവീര്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതിസന്ധികളിലെല്ലാം ജനങ്ങൾക്കുണ്ടായ അമർഷം, സർക്കാർ മിഷനറി ചലിക്കാത്തതിൻ്റെ ദേഷ്യം എല്ലാം ഈ വോട്ടിലും പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ വൈറ്റ് ഹൗസ് അടക്കം പ്രാതിനിധ്യം കൊടുക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ന്യൂയോർക്കിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ എന്താണ് ഇനി പറയാനുള്ളത്? ട്രംപ് തോൽവി അംഗീകരിക്കാത്ത നേതാവാണ്. അത് പണ്ട് അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ പോലും നാം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ ഇരച്ചു കയറുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ വിജയം അംഗീകരിക്കുന്നു? വിജയം അംഗീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് വലിയ ഒരു ഡിസിസീവ് വോട്ടാണ്. ട്രംപിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു വോട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ 3 പേര് മത്സരിക്കുമ്പോൾ തീർച്ചയായും റിപ്പബ്ലിക്കൻ ഒരു സ്റ്റാൻസ് കിട്ടേണ്ടതാണ്. അതുപോലും ഉണ്ടായില്ല. ഡെമോക്രാറ്റ്സിന് മുൻകൂർ ഒരു ആധിപത്യം ലഭിക്കുന്ന വിധത്തിൽ ഇത് വന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന് വല്ലാത്തൊരു തിരിച്ചടിയാണ്. അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ സെനറ്റിൽ പല വിഷയങ്ങളിലും പലപ്പോഴും മുട്ടുകുത്തുന്നത് പോലെ രാജ്യമൊട്ടാകെ വെറും ഒരു ചെറിയ സിറ്റിയുടെ മേയർ സ്ഥാനത്തേക്കുള്ള തോൽവിയാണെങ്കിൽ പോലും അത് രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കുന്ന, ഒരുപക്ഷെ ലോകമൊട്ടാകെ ശ്രദ്ധിക്കുന്ന ഒരു തോൽവിയായി വന്നിരിക്കുന്നു.
അല്ല, ഈ യുവ നേതാവിന് അവിടെ ഭരണം നടത്താൻ കഴിയുമോ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ? അല്ല, അത് പിന്നെ അമേരിക്കയിൽ അങ്ങനെ എല്ലാ സിസ്റ്റത്തിനെയും നമുക്ക് തകർത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അവിടുത്തെ പിന്നെ സുപ്രീം കോടതി വളരെ പവർഫുള്ളാണ്. ഫെഡറൽ സംവിധാനത്തിന് പ്രാധാന്യം കൊടുക്കും. അതുപോലെ തന്നെ ഈ ന്യൂയോർക്കിലെ മേയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. അവിടെ സാമാന്യമായ ഭരണം നടത്തുന്നതിനുള്ള സാവകാശമൊക്കെ കൊടുക്കും, സൗകര്യം കൊടുക്കും. പിന്നെ ഡെമോക്രാറ്റ്സിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ, ഡെമോക്രാറ്റ്സ് വെറുതെ ഇരിക്കും. അവർക്കും സെനറ്റിലൊക്കെ നല്ല പ്രാതിനിധ്യമുണ്ട്. അവരും ഇത് അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരികയും ഒരുപക്ഷെ ട്രംപിന് ഇനി വരുന്ന കാലങ്ങളിൽ, ഇപ്പം അദ്ദേഹത്തിന് വേറെ നോക്കാനില്ല, അദ്ദേഹം 3.5 വർഷം കൂടെ കഴിയുമ്പോൾ ഇറങ്ങി പോകാനുള്ള ആളാണ്. 3.5 അല്ലേ, ഇനി 3 വർഷം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇറങ്ങി പോകാനുള്ള ആളാണ്. ഇറങ്ങി പോകുമോ എന്നുള്ളതാണ് സംശയം. ഇനിയിപ്പം ഭരണഘടനയിൽ എന്തോ തിരുത്തൽ വരുത്തി 2 തവണ അമേരിക്കൻ പ്രസിഡന്റ് ആവും, അപ്പോൾ 3ാമതും അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും എന്നൊക്കെ വീരവാദം അദ്ദേഹം മുഴക്കുന്നുണ്ട്. അതൊക്കെ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അദ്ദേഹം അത്തരം ട്രയലുകളൊക്കെ ഇനിയും നടത്തിക്കൊണ്ടിരിക്കും. ഈ ഡെമോക്രാറ്റുകൾ ഭരണം നടത്തുന്ന പലയിടങ്ങളിലും കുറച്ച് നാളുകളായി തന്നെ വലിയ രീതിയിൽ സൈനിക വിന്യാസം ട്രംപ് നടത്തുന്നുണ്ടല്ലോ. അതെല്ലാം എന്തുകൊണ്ടായിരിക്കും? അതായത് അമേരിക്കൻ പ്രസിഡന്റിന് അപ്രമാദിത്വമുള്ള എമർജൻസി പവേഴ്സ് ഉണ്ട്. ഈ എമർജൻസി പവേഴ്സാണ് അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എമർജൻസി പവേഴ്സ് എന്ന് പറഞ്ഞാൽ രാജ്യം അന്തരാളത്തിൽ വരുന്ന ഘട്ടത്തിൽ, രാജ്യം വളരെയധികം പ്രതിസന്ധിയിൽ വരുന്ന ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഈ എമർജൻസി പവേഴ്സ്. ഈ എമർജൻസി പവേഴ്സാണ് അദ്ദേഹം ഡെമോക്രാറ്റ്സിനെതിരെയും അവിടുത്തെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെയും അവിടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായി എന്ന് പറഞ്ഞ് ബോർഡറിലൊക്കെ ഉണ്ടാകുന്ന ടെൻഷനുകൾ പരിഹരിക്കാനും ഒക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെല്ലാം ഇത്തരത്തിലുള്ളതാണ്. ഇത് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ ആക്കി കഴിഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് അവരിപ്പോൾ പറയുന്നത്. സാധാരണക്കാർക്കും ജീവിക്കണം, പിന്നോക്കക്കാർക്കും ജീവിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വോട്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നതെന്നൊക്കെയാണ് ഈ മംദാനി പറയുന്നത്. മംദാനിയും അമ്മ മീര നായരും ഒന്നിച്ച് ചേർന്ന് നൃത്തം ചവിട്ടിക്കൊണ്ട് ഈ ആഘോഷം നടത്തുന്നതൊക്കെ വളരെ വൈറൽ പിക്ചറുകൾ ഇപ്പം ലോകത്തെ പല മീഡിയയും ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അസാധാരണ വിജയം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഈ വിജയത്തോടു കൂടി ട്രംപിന് തൻ്റെ എപ്പോഴും പറയുന്ന അഹങ്കാരത്തിന് ഒരു ശമനം അല്പമെങ്കിലും ഉണ്ടാകാൻ കാരണമാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ പുരുഷാധിപത്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതോടൊപ്പം തന്നെ മതത്തിനും അവർ വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ യുവ നേതാവിന് വിജയിക്കാൻ കഴിഞ്ഞു? 2 കാര്യങ്ങളാണ്. ഒന്ന്, ജനങ്ങൾക്കിടയിൽ വളരെ മതിപ്പുണ്ടാക്കാൻ മംദാനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു സൗത്ത് ഏഷ്യൻ അല്ലെങ്കിൽ ഉഗാണ്ടയിൽ നിന്നും ഒക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള ഒരു ക്രോസ് ബ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ അല്പം ഒരു വ്യത്യാസം വരേണ്ടതാണ്. പക്ഷേ ആ വ്യത്യാസം പോലും അവിടുത്തെ ജനത കണ്ടില്ല. അവർ വേറെ ഒന്നും ആലോചിച്ചില്ല. ട്രംപിനെതിരെ വോട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ട്രംപ് നടത്തുന്ന ഈ അസാധാരണമായ അടിച്ചമർത്തലുകൾക്കെതിരെ വോട്ട് ചെയ്യുന്ന പോലെ. അതാണ് ഞാൻ പറഞ്ഞ അവിടെ സാധാരണക്കാരനും പിന്നോക്കക്കാരനും ഉൾപ്പെടെയുള്ളവർക്ക് വരുന്ന വേദനയുടെ ഒരു തിരിച്ചടി എന്നാണ് മംദാനി തന്നെ ഇതിനെ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് വോട്ടിംഗ് പോയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഒരുപാട് പേര് ട്രംപിൻ്റെ പല നടപടികളിലും വളരെയധികം രൂക്ഷമായ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരടക്കം, സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നവരിലടക്കം, ആശുപത്രികൾ, അതുപോലെ തന്നെ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ അവിടെ അധികം പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പക്ഷേ ഈ സിസ്റ്റത്തിനെ ഫങ്ഷൻ ചെയ്യിക്കേണ്ട ഹെൽത്ത് സർവീസുകൾ അതടക്കം, അതുപോലെ കോടതികളടക്കം വിഷമത്തിലാകുന്ന വിധത്തിലായി ട്രംപിൻ്റെ പോളിസികൾ. അമേരിക്ക അടച്ചു പൂട്ടപ്പെട്ടു. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് മുന്നിൽ ട്രംപിന് ജനങ്ങൾ കൊടുത്ത ഒരു ചെറുവിരൽ നോഡാണ് ഈ ഒരു മേയർഷിപ്പ് മംദാനിക്ക് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.